അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയി പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. ഇന്ന് ടെസ്റ്റോസ്റ്റിറോൺ ഹാർമോണെ പറ്റിയും അത് ശരീരത്തിൽ കുറഞ്ഞു പോയാലുള്ള അപചയങ്ങളെ പറ്റിയും നമുക്ക് അല്പം ചിന്തിക്കാം. ടെസ്റ്റോസ്റ്റിറോൺ മനുഷ്യ ശരീരത്തിലെ പുരുഷ ഹാർമോണാണ്. ഇതിനെ പുരുഷ ഹാർമോൺ എന്ന് വിളിക്കുമെങ്കിലും സ്ത്രീകളുടെ ശരീരത്തിലും അവരുടെ ഓവറി അല്പം പുരുഷ ഹാർമോൺ നിർമ്മിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലൈംഗിക വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടിയേ തീരൂ. എന്നാൽ ഇന്ന് ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ കുറഞ്ഞു പോയുള്ള പ്രശ്നങ്ങളെപ്പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. പുരുഷന്മാരിൽ മുഖ്യമായും അവരുടെ ടെസ്റ്റിസ്, വൃഷണങ്ങളാണ് ഈ ഹാർമോൺ നിർമ്മിക്കുന്നത്. ഈ വൃഷണങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ നിർമ്മിക്കുന്ന പ്രവർത്തനം തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഗൊണാൻഡോട്രോപിക് ഹാർമോൺ മൂലം നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് ടെസ്റ്റിസിനോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോ തകരാറും സംഭവിച്ചാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും രക്തത്തിൽ. ഇതിനെ ലോ ടെസ്റ്റോസ്റ്റിറോൺ എന്നോ ലോറ്റി എന്നൊക്കെ പൊതുവിൽ വിളിക്കാറുണ്ടെങ്കിലും വൈദ്യശാസ്ത്രത്തിലെ ഇതിൻ്റെ പേര് ഹൈപ്പോഗൊണാഡിസം എന്നാണ്. ഇതുമൂലമുണ്ടാകുന്ന തകരാറുകളെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. അമേരിക്കയിൽ 5 മില്യൺ പുരുഷന്മാർക്ക് ഇപ്രകാരം ലോ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ടെസ്റ്റോസ്റ്റിറോൺ നാം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ മുതൽ ആവശ്യമുള്ള ഒരു ഹാർമോണാണ്. എന്നാൽ ഒരു പുരുഷ ശിശു ജനിച്ചു കഴിഞ്ഞാൽ കൗമാരത്തിലെത്തുന്നത് വരെയും ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരിക്കും. മസിൽസ് ശക്തമായി ഡെവലപ്പ് ചെയ്യുന്നതിന്, എല്ലുകൾക്ക് കട്ടുകൂടി ഡെൻസിറ്റി ഉണ്ടാകുന്നതിന്, ശരീരത്തിൻ്റെ അതാത് ഭാഗങ്ങളിൽ മീശയും മറ്റു രോമങ്ങളും വളരുന്നതിന്, പുരുഷ ശബ്ദം ഉണ്ടാകുന്നതിന്, ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്ക്, സ്ത്രീകളിൽ താല്പര്യമുണ്ടാകുന്നതിന് ഇതിനെല്ലാം ടെസ്റ്റോസ്റ്റിറോൺ കൂടിയേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ പുരുഷനെ പുരുഷനാക്കി മാറ്റുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹാർമോൺ ആണെന്ന് പറയാം. എന്നാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനം കുറഞ്ഞാൽ ലൈംഗിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടാവും. അവയിൽ ചിലവ മസിൽസിൻ്റെ വലിപ്പവും ശക്തിയും കുറയാം, ബോൺ തിന്നായി ശക്തി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടായി ഒടിയാനുള്ള സാധ്യത വർദ്ധിക്കുന്നു, ഡിപ്രഷൻ, ആങ്സൈറ്റി, ക്ഷീണം, ഉന്മേഷക്കുറവ് എല്ലാം അനുഭവപ്പെടാം, ശരീരത്തിലെ രോമം നഷ്ടപ്പെടാം, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവും ഓർമ്മശക്തിയും കുറഞ്ഞേക്കാം, വണ്ണം കൂടി കുടവയറുണ്ടാകാം, പുരുഷന്മാരിൽ ചിലരിൽ ബ്രസ്റ്റ് വലുതായി വേദന അനുഭവപ്പെട്ടേക്കാം, പ്രമേഹ രോഗികളാകാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോള്, HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ബാഡ് കൊളസ്ട്രോളിൻ്റെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യും. രക്തത്തിൽ ബ്ലഡ് സെൽസ് നിർമ്മിക്കാൻ ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമായതിനാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞാൽ അനീമിയ ഉണ്ടാകും. പുരുഷന്മാർക്ക് സ്പേം പൗണ്ട് കുറഞ്ഞ് പുരുഷ വന്ധ്യതയുണ്ടാകാം, താല്പര്യക്കുറവും ഉണ്ടാകാം. ഇതെല്ലാം കാരണം ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കുന്നത് പോലെ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ പരിശോധിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പൊതു നിർദ്ദേശങ്ങളുമില്ല. എങ്കിലും ഈ ലക്ഷണങ്ങളിൽ എല്ലാം വേണമെന്നില്ല, കുറേ ലക്ഷണമെങ്കിലും ഉള്ളവർ ഡോക്ടർമാരുടെ അടുക്കൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. നോർമൽ ടെസ്റ്റോസ്റ്റിറോൺ 300-നും 1000-നും ഇടയിൽ നോർമോഗ്രാം പെർ ഡെസിലിറ്ററാണ്. പ്രായത്തിന് അനുപാതികമായി ഉണ്ടായിരിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ കുറവ് കണ്ടാൽ അതിന്ന് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. ടെസ്റ്റോസ്റ്റിറോൺ ഗുളികയായോ പാച്ചസായോ ഓയിൻമെൻറ്റായോ കുത്തിവയ്പ് മുഴുവോ പെല്ലറ്റ്സ് ആയോ എല്ലാം സാധിക്കും. ഗുളികകളും ഓയിൻമെൻറ്റും ഒക്കെ എല്ലാ ദിവസവും പുരട്ടണം. ഇഞ്ചക്ഷൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മതിയായിരിക്കും. പെല്ലറ്റ് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയായാലും. എന്നാൽ ഈ ചികിത്സ ഈ കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരിൽ നിന്നും മാത്രം സ്വീകരിക്കണം. പരസ്യം കണ്ടുകൊണ്ട് പോയി നിങ്ങൾ തന്നെത്താൻ ടെസ്റ്റോസ്റ്റിറോൺ വാങ്ങിക്കഴിച്ചു കഴിഞ്ഞാൽ വളരെ അപകടമുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ആരോഗ്യത്തിന് ആവശ്യമാണ്, ജീവരക്ഷയ്ക്ക് തന്നെ സഹായിച്ചെന്ന് വരുമെങ്കിലും അത് കൂടിപ്പോയാൽ അപകടമാണ്. ടെസ്റ്റോസ്റ്റിറോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ
ബ്ലഡിന് തിക്നെസ് കൂടി സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് ഈ അടുത്ത കാലത്ത് ന്യൂ ഇംഗ്ലണ്ട് ജേർണലിൽ ഞാൻ വായിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടെ പറയട്ടെ, മുൻപറഞ്ഞ സിംറ്റം ഉള്ള പുരുഷന്മാർ പ്ലീസ് സീ എ കോമ്പിറ്റൻറ്റ് ഡോക്ടർ, പ്രൊഫഷണലി ആൻ എൻഡോക്രിനോളജിസ്റ്റ്. ഇറ്റ് കുഡ് ടേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് വൺസ് ലോ ടി ഈസ് ട്രീറ്റഡ് കറക്റ്റ്ലി ആസ് ഇൻഡിക്കേറ്റഡ്. 30 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് എല്ലാ വർഷവും 1% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കുറയത്തില്ല, കുറച്ചെങ്കിലും റൊമാൻസ് ചിഹ്നയും ശേഷിക്കുമെന്ന് അവസാനം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന നല്ല ഭാര്യമാരോട് ഒരു ഉപദേശം: നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പെട്ടെന്ന് മറ്റൊരു കാരണവും കൂടാതെ റൊമാൻസ് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഡോക്ടർ അരികെ പോയി ആ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു വൈമുഖ്യവും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.